ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ജീവന്റെ വചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സെപ്റ്റംബർ 1 തീയതി മുതൽ 7 തീയതി വരെ നമ്മുടെ ഷക്കേന ന്യൂസ് ചാനലിൽ വിശ്വാസത്തിന്റെ വാതിൽ എന്നൊരു ശുശ്രൂഷ സെവർഗ മട്ടാലിച്ചനും ബിനോയിച്ചനും ഈസ്റ്ററും കൂടി ചേർന്ന് ഒരു ശുശ്രൂഷ ദൈവജനത്തിനായിട്ട് ഒരുക്കുന്നു. വലിയ അനുഗ്രഹത്തിന്റെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പം നമുക്ക് തോന്നാം ഈ മീഡിയയിലൂടെയുള്ള ശുശ്രൂഷകളിലൂടെയൊക്കെ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുമോ ഇല്ലയോ എന്ന്. ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം പറയാം. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ബൈബിൾ ഒന്ന് വായിച്ചു തീർക്കണമെന്നുള്ളത്. ഞാൻ എപ്പോഴും ബൈബിള് ലേവ്യർ നിയമാവർത്തനം വരെ വായിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് എനിക്ക് വായിക്കാൻ പറ്റാറില്ല, തടസ്സപ്പെട്ടു പോകാറാണ്. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ ഇങ്ങനെ സോഫയിൽ കിടന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചാനലിൽ വന്നൊരു ന്യൂസ് ഞാൻ ഓർക്കുകയാണ്. അതിങ്ങനെയായിരുന്നു. ന്യൂസിലാൻഡിൽ നിന്നാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. ന്യൂസിലാൻഡിൽ ഒരു പള്ളിയിൽ നോമ്പിൻ്റെ സമയത്ത് ആ ഇടഭാഗങ്ങൾ എല്ലാവരും ചേർന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ബൈബിൾ വായന നടന്നു. അങ്ങനെ ഈ 50 ദിവസത്തിൽ ഉള്ളിൽ ഈ വചനം മുഴുവൻ വായിച്ചു തീർത്തു എന്നൊരു ന്യൂസ് ഞാൻ കേൾക്കാൻ ഇടവരികയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി എന്നിലേക്ക് കടന്നു വന്നാൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്കും ഒരു തീരുമാനമെടുക്കാൻ ഒരു ആഗ്രഹം വന്നു. ഞാനും തീരുമാനിച്ചു, 1 ദിവസം കൊണ്ടൊക്കെ ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ എനിക്കും 1 മാസം കൊണ്ടൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വായിക്കുകയാണ് എനിക്കും വായിച്ചു തീർക്കാൻ പറ്റും എന്നൊരു പ്രചോദനം അതിലൂടെ എനിക്ക് കിട്ടി. പിറ്റേ ദിവസം മുതൽ ഞാൻ അതിനൊരു തീരുമാനം എടുത്തു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വചനം വായിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയാണ്. പിറ്റേന്ന് മുതൽ തന്നെ 80-85 ദിവസം കൊണ്ട് ആ വചനം വായിച്ചു തീർക്കാൻ ദൈവം എന്നെയും സഹായിക്കുകയാണ്. അങ്ങനെ പുതിയ നിയമവും പഴയ നിയമവും ഫുള്ളായിട്ട് വായിക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഒരു ന്യൂസ് ചാനൽ കണ്ട് സോഫയിൽ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം കടന്നു വന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷകളായിട്ട് ബഹുമാനപ്പെട്ട വൈദികർ ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രയോ വലിയ അനുഗ്രഹം അതിലൂടെ നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഈശോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മിസ്സാക്കാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ദൈവം ചൊരിയാൻ ആഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യും. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.